الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു മനുഷ്യൻ അവൻ എത്തിച്ചേരുന്ന, അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന വ്യത്യസ്ത മൻസിലത്തുകളെ പറ്റി പറയുന്നിടത്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട മൻസിലത്തായ മൻസിലത്തു തൗബ, അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൻസിലത്തു തൗബയിൽ പാപം സംഭവിക്കുന്ന ഒരു വ്യക്തി അവൻ ബസീറത്തുള്ള ഒരാളാണ് എങ്കിൽ, അഥവാ ഉൾക്കാഴ്ചയുള്ള ഒരാളാണ്, അവൻ്റെ ജീവിതത്തിലാണ് പാപം സംഭവിക്കുന്നത് എങ്കിൽ ആ പാപത്തിലൂടെ അവൻ കണ്ടെത്തുന്ന, അവൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്നെല്ലാമാണ് നാം പറഞ്ഞത്. ആ കാര്യങ്ങളിൽ കഴിഞ്ഞ ദർശനം നാം അവസാനം പറഞ്ഞത് അന്നദുർ റാബിഅ, നാലാമത്തെ കാര്യമായിരുന്നു. അന്നദുർ ഇലാ മഹല്ലിൽ ജിനായ വ മസ്ദരിഹാ വഹുവ നഫ്സുൽ അമ്മാറ ബിസ്സൂ. എങ്ങനെയാണ് അവന് പാപം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അവന് പാപം സംഭവിക്കുന്നത് എന്നുള്ളത് അവന് മനസ്സിലാകും. അതെന്താണ്? അന്നഫ്സുൽ അമ്മാറതു ബിസ്സൂ, പാപത്തിനു വേണ്ടി കൽപ്പിക്കുന്ന, പാപം ചെയ്യാൻ കൽപ്പിക്കുന്ന നഫ്സാണ് കാരണക്കാരൻ. അതിൻ്റെ ജഹ്ലും ദുൽമും മനസ്സിലാകും. ആ ജഹ്ലിൽ നിന്നും ദുൽമിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഇൽമും അമലുമാണ് എന്ന് മനസ്സിലാക്കും. അതിനുള്ള പണി അവനെടുക്കും എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്തത് അതിൽപ്പെട്ട, അല്ലെങ്കിൽ പാപം ചെയ്യാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നതിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. വമിൻഹ അന്ന മൻ ലഹു ബസീറത്തുൻ ബിനഫ്സിഹി, ആർക്കാണോ സ്വന്തത്തിൽ ഉൾക്കാഴ്ചയുള്ളത്, സ്വന്തത്തെക്കുറിച്ചുള്ള ബോധമുള്ളത്, വസീറത്തുൻ ബിഹുഖൂഖില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശങ്ങളെ സംബന്ധിച്ചും ബോധമുള്ളത്, വഹുവ സാദിഖുൻ ഫീ ത്വലബിഹി, അവൻ്റെ തേട്ടത്തിൽ, അവൻ്റെ ലക്ഷ്യത്തിൽ സിദ്ഖുള്ള ഒരാളായിരിക്കും. അതായത് ഒരു വ്യക്തി അവൻ ബസീറത്തുള്ളവനാണ്, അവന് പാപം സംഭവിച്ചാലും അവന് സ്വന്തത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ബോധമുള്ള ഒരുവൻ അവൻ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അതിൽ സത്യസന്ധത കാണിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ലം യുബ്ഖി ലഹു നദ്റുഹു ഫീ സയ്യിആതിഹി ഹസനതൻ അൽബത്ത, അവനൊരിക്കലും അവൻ ചെയ്യുന്ന തെറ്റുകൾ, പാപങ്ങൾ അത് നന്മയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവില്ല. അതായത് ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തി, അവന് പാപം സംഭവിച്ചേക്കാം, പക്ഷേ അവൻ എത്ര പാപം സംഭവിച്ചാലും അവൻ ആ പാപം നല്ലതാണ്, അത് നല്ലൊരു കാര്യമാണ്, ഒരു ഹസനത്താണ്, അത് തെറ്റൊന്നല്ല, അത് നല്ലതാണ് എന്ന നിലക്ക് അവന്റെ ചിന്ത പോവുകയില്ല. ഫലാ യൽഖാ അല്ലാഹു തആല ഇല്ലാ ബിൽ ഇഫ്ലാസിൽ മഹ്ദ് വൽ ഫഖ്രി സിർഫ്, അങ്ങനെ അവനൊരു ബോധം ഉണ്ടാകും, ഈ തെറ്റിനെ കൊണ്ട്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ഏറ്റവും നഷ്ടക്കാരനായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും, അങ്ങനെയല്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധവും ഉണ്ടാകും. എന്തുകൊണ്ടാണ് അയാൾക്ക് ഈ ബോധം ഉണ്ടാകുന്നത്? അതായത് ഒരാൾ പാപം ചെയ്യാണ്, അപ്പോൾ ആ പാപം ചെയ്യുന്ന ആൾക്ക് ബസീറത്തുണ്ട് എങ്കിൽ, അവൻ ഉൾക്കാഴ്ചയുള്ളവനാണ് എങ്കിൽ അവനൊരിക്കലും അവൻ ചെയ്യുന്ന തെറ്റ് നന്മയാണ് എന്നുള്ള ബോധത്തിൽ അവൻ ആ തെറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ അവന് ഒരു ഉള്ളിൽ ബോധമുണ്ടാകും, ഈ പാപത്തിലൂടെയാണ് ഞാൻ പോകുന്നത് എങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഏറ്റവും വലിയ നഷ്ടക്കാരനായ അവസ്ഥയിലായിരിക്കും. എന്തുകൊണ്ടാണ് ആ ചിന്ത വരുന്നത്? ലിഅന്നഹു ഇദാ ഫത്തശ അൻ ഉയൂബി നഫ്സിഹി വ ഉയൂബി അമലിഹി അലിമ അന്നഹാ ലാ തസ്ലുഹു ലില്ലാഹ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ സ്വന്തത്തിന്റെ കുറവുകളും അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന പാപങ്ങളുടെ കുറവുകളുമെല്ലാം അവൻ പരിശോധിച്ചു നോക്കുമ്പോൾ അവന് മനസ്സിലാകും, ഇതൊന്നും അള്ളാഹുവിന് യോജിച്ചതല്ല, അഥവാ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. ഒരാൾ തെറ്റ് ചെയ്യാണ്, ഒരു പാപം ചെയ്യാണ്, ഒരു ഹറാമ് ചെയ്യാണ്, ഒരു നിഷിദ്ധമായ കാര്യം ചെയ്യാണ്, ഒരു മ്ലേച്ഛമായ കാര്യം ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവന് ആ കർമ്മത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും അവന്റെ സ്വന്തത്തിന്റെ കുറവിനെ കുറിച്ച് ആലോചിച്ചിട്ടും അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് അള്ളാഹുവിന് യോജിച്ചല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല.
وأن تلك البضاعة لا تشترى بها النجاة من عذابه. ഈ കർമ്മങ്ങളെ കൊണ്ട് അഥവാ ഈ ഹറാമായ പാപങ്ങളെ കൊണ്ട് ഈ ചരക്ക് കൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ വാങ്ങാൻ സാധിക്കൂല. അതായത് ഈ കർമ്മങ്ങൾ, ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല. ഫദ്ലൻ അനിൽ ഫൗസി ബിഅദീമി സവാബിഹി, അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കില്ല എന്ന ബോധം അവന് ചിന്തിച്ച് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു ഉൾക്കാഴ്ച അവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. എന്നിട്ട് പറയാണ് ഫൈൻ ഖലസ ലഹു അമലുൻ വഹാലുൻ മഅല്ലാഹ്. അങ്ങനെ ചില സമയങ്ങളിൽ അവന്റെ അവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ പാപത്തിൽ നിന്ന് മാറി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്ന സമയത്തിലാകുമ്പോൾ വസഫാ ലഹു മഅഹു വഖ്തുൻ, നല്ല അവസ്ഥയിൽ പാപമൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കുന്ന അനുസരിക്കുന്ന സമയമായിക്കൊണ്ട് അള്ളാഹുവിനോടൊപ്പമുള്ള അവസ്ഥയിൽ ഷാഹദ മിന്നത്തുല്ലാഹി അലൈഹി ബിഹി, ആ സമയത്ത് അവന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ. അതായത് ഇതൊരു തുടർച്ചയായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു കുറവുണ്ട്, കഴിഞ്ഞ ദർസിൽ പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയാണ്. അതായത് ആ ഒരു ബസീറത്തുള്ള ഒരാൾക്ക് തെറ്റ് പറ്റിപ്പോകുമ്പോൾ, പാപം സംഭവിച്ചു പോകുമ്പോൾ അവന് മനസ്സിലാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിൽപ്പെട്ടതാണ് അവന് എങ്ങനെയും ആ പാപം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നോ നല്ലൊരു കാര്യമാണെന്നോ ഒരിക്കലും അവന് തോന്നൂല, അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി. ഇപ്പൊ ചില ആളുകൾ നമ്മളൊക്കെ ജീവിതത്തിലും പരിശോധിച്ചാൽ മതി, നമുക്ക് ബോധം ഉണ്ടാവും ഒരു കാര്യം തെറ്റാണ്, നമുക്ക് 100% അറിയുന്നുണ്ടാകും. പക്ഷെ പല കാരണങ്ങളാൽ ചിലപ്പോൾ നമ്മൾ സംഭവിച്ചു പോകുന്നുണ്ടാകാം, പല കാരണങ്ങളാൽ. അപ്പോ അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷയിൽ രക്ഷപ്പെടാനും പറ്റിയ കാര്യമല്ല എന്ന് നമുക്ക് ഉറപ്പായിരിക്കും. എന്നാൽ അതല്ലാത്ത ആ പാപം ചെയ്യാത്തൊരവസ്ഥയിലായിത്തീരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, വമുജറദ ഫദ്ലിഹി, അള്ളാഹു നൽകിയിട്ടുള്ള ഔദാര്യങ്ങൾ, വഅന്നഹു ലൈസ മിൻ നഫ്സിഹി, അവന് മനസ്സിലാകും അതൊന്നും അവന്റെ എന്റേത് കൊണ്ട് ലഭിച്ച കാര്യമല്ല, അഥവാ നമുക്ക് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ കാര്യം കൊണ്ട് ലഭിച്ചതല്ല. വലാഹിയ അഹ്ലുൻ ലിദാലിക്, അവനാണെങ്കിലോ അതിന് യോഗ്യനുമല്ല. അതായത് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഔദാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ, കർമ്മങ്ങൾ ഒരിക്കലും അതിന് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ മാത്രം അതിന്റെ യോഗ്യമായിട്ടുള്ളതുമല്ല. فهو دائم مشاهد لمنة الله وهو دائما مشاهد لمنة الله عليه. അങ്ങനെയുള്ള അവസ്ഥയിൽ ആ ബസീറത്തുള്ളവൻ അവന് പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി വരുന്ന സമയത്ത് അവൻ എപ്പോഴും അള്ളാഹു ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകും. വലിയ ഉയൂബി നഫ്സിഹി വ അമലിഹി, അവന്റെ സ്വന്തത്തിന്റെ കുറവുകളും കർമ്മത്തിന്റെ കുറവുകളെ കുറിച്ചും ബോധമുണ്ടാകും. ലിഅന്നഹു മതാ തതല്ലബഹാ റആഹാ, അവൻ എപ്പോഴെല്ലാം അത് തേടുന്നുവോ അത് നോക്കുന്നുവോ അപ്പോഴെല്ലാം അതിനെ കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും സ്വന്തത്തിന്റെ ന്യൂനതയെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസീറത്തുള്ള ഒരു വ്യക്തി പാപം ചെയ്ത് കഴിഞ്ഞ് ആ പാപത്തിൽ നിന്ന് മാറുന്ന സന്ദർഭത്തിൽ അവന് ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ് അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചും അവന്റെ കുറവുകൾ, അവന്റെ ന്യൂനതകളെ കുറിച്ചുമുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു ബോധം അവനുണ്ടാകും. എന്നിട്ട് പറയാണ് വഹാദാ മിൻ അജല്ലി അൻവാഇൽ മആരിഫി വഅൻഫഇഹാ ലിൽ അബ്ദ്, ഇത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്, അഥവാ സ്വന്തത്തിന്റെ കുറവും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള മനസ്സിലാക്കലുകൾ, അറിവിൽപ്പെട്ട കാര്യമാണ്. വലിദാലിക കാന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അതുകൊണ്ടാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇങ്ങനെ വന്നിട്ടുള്ളത്. എന്നിട്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊടുക്കുകയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്ക് അറിയുന്ന ദുആ ആണ്. എന്താണ്? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീ എൻ്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക്, ഞാൻ നിന്നോടുള്ള കരാറിലാണ്, അഥവാ നിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അനുസരിക്കുമെന്നുള്ളത്. വവഅദിക മസ്തതഅതു, അതുപോലെ തന്നെ നീ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് എത്രത്തോളമാണോ എനിക്ക് സാധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കഴിവിന്റെ പരമാവധി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നവനാണ്. അഊദു ബിക മിൻ ശർരി മാ സനഅതു,
ഞാൻ ചെയ്തിട്ടുള്ള എന്നിൽ സംഭവിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അബദ്ധങ്ങളുണ്ടോ അതിന്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എൻ്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു, ഇഅ്തിറാഫ് നടത്തുന്നു. വ അബൂഉ ബിദംബി, എൻ്റെ പാപങ്ങളെയും. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു നൽകണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുക്കാൻ ഒരാളുമില്ല എന്നുള്ളത്. ഇവിടെ നേരത്തെ വായിച്ച ഭാഗത്തിൽ പറഞ്ഞല്ലോ, ഒരാൾ പാപം ചെയ്ത് അതിൽ നിന്ന് മാറുന്ന സമയത്ത് അവനുണ്ടാകുന്ന മഅരിഫത്തുകളിൽ അവൻ അനുഭവിക്കുന്ന അവസ്ഥകൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു അവന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ സ്വന്തത്തിന്റെ കുറവിനെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതും. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ആശയത്തെ ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. فَتَضَمَّنَ هَذَا الِاسْتِغْفَارُ الِاعْتِرَافَ مِنَ الْعَبْدِ بِرُبُوبِيَّتِهِ وَإِلَٰهِيَّتِهِ وَتَوْحِيدِهِ وَالِاعْتِرَافِ بِأَنَّهُ فَتَضَمَّنَ هَذَا الِاسْتِغْفَارُ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ഉൾക്കൊണ്ടിട്ടുള്ള അതിനോടൊപ്പം വന്നിട്ടുണ്ട് അൽ-ഇഅ്തിറാഫ മിനൽ അബ്ദി ബിറുബൂബിയത്തിഹി. എന്താണ് വന്നിട്ടുള്ളത്? ഒരടിമ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ, എന്താണ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ? സൃഷ്ടിപ്പും നിയന്താവും ഉപജീവനം നൽകുന്നവനും അധികാരിയും ഇതെല്ലാം അള്ളാഹുവാണ് എന്നുള്ളതിനെ അംഗീകരിക്കുന്നു. മിനൽ അബ്ദി ബിറുബൂബിയത്തിഹി വ ഇലാഹിയത്തിഹി വ തൗഹീദിഹി, അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ, അവൻ ഏകനാണ് എന്നുള്ള അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെയും സ്ഥാപിക്കുന്നു. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, ഈ രണ്ട് വാക്കുകൾ, അൻത റബ്ബി എന്നുള്ളത് റുബൂബിയത്തിനെയും ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ളത് ഉലൂഹിയത്തിനെയും. വലിഇഅ്തിറാഫ ബിഅന്നഹു ഖാലിഖുഹു അൽ ആലിമു ബിഹി, അതുപോലെ തന്നെ അവൻ അംഗീകരിക്കുന്നു അള്ളാഹുവാണ് അവന്റെ സൃഷ്ടാവ് എന്നുള്ളതും അവനെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവനും അള്ളാഹുവാണ് എന്നുള്ളത്. അള്ളാഹുവാണ് അതിന്റെ സൃഷ്ടാവ് എന്നും ആ ഖാലിഖാണ് ഏറ്റവും ഒരു കാര്യത്തെക്കുറിച്ച് ഇൽമുണ്ടാവുക, അത് അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നു. ഖലഖതനി എന്ന വാക്കിൽ ഇത് അൻശഅഹു നശ്അതൻ തസ്തൽസിമു അജ്സഹു അൻ അദാഇ ഹഖ്ഖിഹി വ തഖ്സീരിഹി ഫീഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് മനുഷ്യനെ ഈ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ അതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും പരിപൂർണമായ രീതിയിൽ അള്ളാഹുവിനുള്ള ഹക്ക് വീട്ടിക്കൊടുക്കാനോ അല്ലെങ്കിൽ തന്റെ അതിലൊരു കുറവ് വരുത്താതെ പരിപൂർണതയോടുകൂടി ചെയ്യാനോ അവന് സാധിക്കില്ല. അതിനവൻ ദുർബലനാണ് എന്നുള്ളത്. അതായത് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, പക്ഷേ അള്ളാഹു സൃഷ്ടിച്ചു എന്ന നിലക്ക് അതിനുള്ള പരിപൂർണതയോടുകൂടി അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടിക്കൊടുക്കാൻ ഒരിക്കലും എന്താവില്ല, ഒരു മനുഷ്യന് സാധിക്കൂല. അള്ളാഹു സൃഷ്ടാവാണ് എന്ന് വെച്ചിട്ട് അതിന് ആ അള്ളാഹു ചെയ്ത സൃഷ്ടിപ്പ് എന്ന കാര്യത്തിന് എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുന്ന രീതിയിൽ എത്ര ഇബാദത്ത് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അവൻ ആ നിലയിൽ എത്താൻ പറ്റാത്ത രീതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനുഷ്യന്റെ കുറവ് തന്നെയാണ്. അങ്ങനെയാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് വലിഇഅ്തിറാഫ ബിഅന്നഹു അബ്ദുഹു അല്ലദീ നാസിയതുഹു ബിയദിഹി വഫീ ഖബ്ദതിഹി വഅന അബ്ദുക് എന്നുള്ള വാക്കിൽ എന്തൊക്കെ ഉൾക്കൊണ്ടു? ഒരു അടിമ അംഗീകരിക്കുകയാണ് അള്ളാഹുവിന് ഞാനൊരു അടിമയാണ്, എൻ്റെ നാസിയത്ത്, എൻ്റെ പരിപൂർണമായ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ പിടുത്തത്തിലാണ് എന്നുള്ള അംഗീകരണം വഅന അബ്ദുക് എന്നുള്ള വാക്കിലുണ്ട്. ലാ മഹ്റബ ലഹു മിൻഹു വലാ വലിയ ലഹു സിവാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ അഭയം തേടിക്കൊണ്ട് പോകാൻ വേറൊരാളുമില്ല. അള്ളാഹു അല്ലാതെ ഒരു രക്ഷാധികാരിയുമില്ല, അള്ളാഹു മാത്രമാണ് അവനുള്ളത്. ثم التزام الدخول تحت عهده وهو امره ونهيه, പിന്നെ പറയുന്ന വിഷയം എന്താണ്? അള്ളാഹുമായിട്ടുള്ള കരാറാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും. الذي عهده إليه على لسان رسوله صلى الله عليه وسلم, ആ കരാർ എങ്ങനെയാണ് അല്ലാഹു തആല അടിമകൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ്. വഅന്ന ദാലിക ബിഹസബി ഇസ്തിതാഅതി, അവൻ അതിനോടൊപ്പം പറയുന്ന വിഷയം എന്താണ്? അത് എനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യും എന്ന നിലക്കാണ്. അതാണ് ദുആഇന്റെ വഅന അലാ അഹ്ദിക് വവഅദിക് മസ്തതഅതു എന്ന് പറയുന്നത്. എനിക്ക് കഴിയുന്നതിന്റെ പരിപൂർണമായ രീതിയിൽ. വലാ ബിഹസബി അദാഇ ഹഖ്ഖിക്, അള്ളാഹുവിനോടുള്ള അവകാശം അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവെ നിന്നോടുള്ള അവകാശം പരിപൂർണമായി വീട്ടിത്തരാൻ പറ്റും എന്ന നിലക്കല്ല ഞാനത് ചെയ്യുന്നത്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാനത് ചെയ്യും. ഫൈന്നഹു ഗൈറു മഖ്ദൂറിൻ ലിൽ ബശർ,
അള്ളാഹുവിനോടുള്ള ഹക്ക് പരിപൂർണമായി വീട്ടിക്കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് ചെയ്ത നിഅമത്തുകളോടോ അനുഗ്രഹങ്ങൾക്കോ പകരമായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ജലാലത്തിന് പകരമായിട്ടോ അള്ളാഹുവിനോടുള്ള ഹക്ക് പരിപൂർണമായി വീട്ടിക്കൊടുക്കുക എന്നുള്ളത് അതിനൊരു മനുഷ്യന് കഴിയില്ല. വഇന്നമാ ഹുവ ജുഹ്ദുൽ മുഖിൽ, ഇത് വളരെ ഒരുപാട് കുറവുകളുള്ള ഒരുവന്റെ പരിശ്രമം മാത്രമാണ് അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടിക്കൊടുക്കാൻ ഓരോ മനുഷ്യനും ചെയ്യുന്നത്. വഖദ്റു താഖ, ഓരോരുത്തർക്കും കഴിയുന്നതിന്റെ എത്രയാണോ പരിധി അത് വെച്ചിട്ട്. ومع ذلك فأنا مصدق بوعدك الذي وعدته لأهل طاعتك بالثواب ووعدك എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ സത്യപ്പെടുത്തുന്നു. فأنا مصدق بوعدك, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഞാൻ സത്യപ്പെടുത്തുന്നു. الذي وعدته لأهل طاعتك بالثواب, നിന്നെ അനുസരിക്കുന്ന ആളുകൾക്ക് പ്രതിഫലമായിക്കൊണ്ട് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ സത്യപ്പെടുത്തുന്നു. വലിയഹ്ലി മഅസിയതിക ബിൽ ഇഖാബ്, അതുപോലെ തന്നെ പാപം ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ കൊണ്ട് നീ എന്തൊക്കെയാണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതും ഞാൻ എന്തു ചെയ്യുന്നു? സത്യപ്പെടുത്തുന്നു. ഫഅന മുഖീമുൻ അലാ അഹ്ദിക്, നീയുമായിട്ടുള്ള കരാറിൽ എപ്പോഴും നിലകൊള്ളുന്നവനാണ് ഞാൻ. വമുസദ്ദിഖുൻ ബിവഅദിക്, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നവനാണ് ഞാൻ. അതാണ് വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? അല്ലാഹുമ്മ അൻത റബ്ബി റുബൂബിയത്താണ്, ലാ ഇലാഹ ഇല്ലാ അൻത ഉലൂഹിയത്താണ്, ഖലഖ്തനി എന്നുള്ളത് അല്ലാഹു ഖാലിഖും ആലിമുമാണെന്ന് അറിയിക്കുന്നതാണ്, വഅന അബ്ദുക് എന്നുള്ളത് എല്ലാ നിലക്കും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ളവനാണ് ഞാൻ എന്ന് അറിയിക്കലാണ്, വഅന അലാ അഹ്ദിക വഅദിക മസ്തതഅതു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനങ്ങളും അനുസരിക്കുക വഴി അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടിക്കൊടുക്കുന്നത് എന്റെ കഴിവിന്റെ പരമാവധിയാണ്, അതനുസരിച്ച് ഞാൻ ജീവിക്കുന്നു. വഅദിക എന്ന് പറഞ്ഞാൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തുന്നു എന്നുള്ളത്. ثم الاستعاذة والاعتصام بك من شر ما فرطت فيه من أمرك ونهيك, പിന്നീട് പറഞ്ഞിട്ടുള്ളത്, പിന്നീട് ആ ദുആയിൽ വന്നിട്ടുള്ള ഭാഗം അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തിട്ടുള്ളതിന്റെ ഷർറിനെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു നിന്നോട് എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഉദ്ദേശം? സുമ്മൽ ഇസ്തിആദതു വൽ ഇഹ്തിസാമു ബിക്, അല്ലാഹുവിനോട് രക്ഷ തേടലാണ്, അല്ലാഹുവിനോട് സംരക്ഷണത്തെ ചോദിക്കലാണ്. മിൻ ശർരി മാ ഫറത്തു ഫീഹി മിൻ അംരിക് വനഹീക്, അള്ളാഹുവിന്റെ കൽപ്പനകളോടും വിരോധനങ്ങളോടും തെറ്റിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ അത് കൃത്യമായി വീട്ടിക്കൊടുക്കാത്ത രീതിയിൽ അതിൽ വീഴ്ച വരുത്തിയതിനെ തൊട്ട് അതുകൊണ്ടുണ്ടാകുന്ന ഷർറുകളെ തൊട്ട് രക്ഷ തേടുകയാണ്. ഇല്ലം തുഇദ്നി മിൻ ശർരിഹ്, അതുകൊണ്ടുണ്ടാകുന്ന ഷർറുകളിൽ നിന്ന് അള്ളാഹു നീ എന്നെ രക്ഷിച്ചിട്ടില്ല, നീ രക്ഷ നൽകിയിട്ടില്ല എങ്കിൽ വഇല്ല അഹാതത് ബിഹി അൽ ഹലകതു, എനിക്ക് നാശം സംഭവിക്കുക തന്നെ ചെയ്യും. ഒരടിമ ആ ഉദ്ദേശം, ആ വാക്കുകളിൽ പറയുന്ന ഉദ്ദേശം, അള്ളാഹുവെ നീ എന്നെ എന്റെ വീഴ്ചകളിൽ എന്റെ കുറവുകളിൽ ഉണ്ടായതുകൊണ്ടുണ്ടാകുന്ന ഷർറിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നെ നാശം ചുറ്റിപ്പൊതിയും, അഥവാ ഞാൻ നശിച്ചു പോകുന്നതാണ്. ഫഇന്ന ഇദാഅത ഹഖ്ഖിക് സബബുൽ ഹലാക്ക്, നിന്നോടുള്ള ബാധ്യതകൾ അത് പാഴാക്കി കളയുക എന്നുള്ളത്, അഥവാ അള്ളാഹുവിനുള്ള അവകാശങ്ങൾ വീട്ടിക്കൊടുക്കാതിരിക്കുക എന്നുള്ളത് നാശത്തിനുള്ള കാരണമാണ്. വഅന ഉഖിറു ലക് വഅൽതസിമു ബിനിഅമതിക അലയ്യ, എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? അബൂഉ ലക ബിനിഅമതിക അലയ്യ എന്നുള്ള വാക്കാണ്. അതിന്റെ ഉദ്ദേശം വഅന ഉഖിറു ലക വഅൽതസിമു ബിനിഅമതിക അലയ്യ, നീ എന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് ഞാനിതാ അംഗീകരിച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വഉഖിറു വഅൽതസിമു ബിദംബി, രണ്ടാമത്തെ ഭാഗം അബൂഉ ബിദംബി എന്നുള്ളതാണ്. എന്റെ പാപങ്ങൾ അംഗീകരിക്കുന്നത് പറഞ്ഞാൽ ഞാനിത് അംഗീകരിക്കുന്നു, ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് പറ്റിപ്പോയതാണ്, എന്റെ അബദ്ധങ്ങൾ എനിക്ക് സംഭവിച്ചു പോയതാണ് എന്നുള്ളതാണ്. ഫമിൻക നിഅമ വൽ ഇഹ്സാൻ വൽ ഫദ്ൽ വമിന്നി അസ്സംബ് വൽ ഇസാഅ, ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവേ നിന്നിൽ നിന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും എല്ലാം ഉള്ളത്, എന്റെ ഭാഗത്ത് നിന്നാണ് എന്റെ ഈ പാപങ്ങളും എന്റെ തെറ്റുകളെല്ലാം ഉള്ളത്. ഫസ്അലുക അൻ തഗ്ഫിറ ലി ബിമഹ്വി ദംബി, അതുകൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്റെ പാപങ്ങൾ എന്റെ തെറ്റുകൾ അത് പുറത്തു നൽകാനും അത് മായ്ച്ചു തരാനും, അതാണ് ഫഗ്ഫിർ ലി എന്നുള്ളത്. വഅൻ തഖീനി മിൻ ശർരിഹി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അതുപോലെ തന്നെ സംഭവിച്ച അബദ്ധങ്ങളുടെ ഷർറുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനും നീ അല്ലാതെ പാപം പൊറുക്കാൻ ഒരാളുമില്ല എന്നുള്ള ഈ വാക്ക്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ഈ ഒരു വിശദീകരണം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, വലിഹാദാ കാന ഹാദ ദുആഉ സയ്യിദുൽ ഇസ്തിഗ്ഫാർ,
ഈ കാരണം കൊണ്ടാണ്, അഥവാ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ ദുആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ള ആ പേരിൽ ആ സ്ഥാനത്ത് പറയാനുള്ള കാരണം. ഇദ് ഹുവ മുതദമ്മിനുൻ ലിമഹ്ദിൽ ഉബൂദിയ്യ, കാരണം അതിൽ പൂർണ്ണമായ പരിപൂർണമായ വ്യക്തമായി ഉബൂദിയത്തിനെ ഉൾക്കൊള്ളുന്നു. ഫഅയ്യു ഹസനത്തിൻ തബ്ഖാ ലിൽ ബസീർ സ്സാദിഖ് മഅ മുശാഹദതിഹി ഉയൂബ നഫ്സിഹി വഅമലിഹി വമിന്നത്തുല്ലാഹി അലൈഹി. ഒരാൾക്ക്, ഒരു ബസീർ ഉൾക്കാഴ്ചയുള്ള ആൾക്ക് അള്ളാഹുവിൻ്റെ അവൻ്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളെയും സ്വന്തം നഫ്സിൻ്റെ കുറവുകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ വലിയൊരു നേട്ടം എന്താണുള്ളത് എന്ന് ചോദിക്കുക. അതായത് നാലാമത്തെ അന്നബുർ റാബി എന്നുള്ളതിൽ പറഞ്ഞ വിഷയം എവിടെ നിന്നാണ് തെറ്റ് സംഭവിക്കുന്നത്, പാപം സംഭവിക്കുന്നത് എന്നുള്ള ഒരുവന്റെ ബോധമാണ്. പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നഫ്സുൻ അമ്മാറത്തും ബിസ്സു ആണെന്ന് പറഞ്ഞു. അതിൽ അമ്മാറത്തും ബിസ്സുവിനെ അതിന്റെ ജഹ്ലും ദുൽമും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞ അടുത്ത കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒരാൾക്ക് ബസീറത്തുണ്ട് എങ്കിൽ അവന് പാപം സംഭവിച്ചാൽ അതിൽ നിന്ന് മാറുമ്പോൾ അവന് ലഭിക്കുന്ന മറ്റൊരറിവ് അള്ളാഹു അവന് ചെയ്തിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധവും സ്വന്തത്തിന്റെ ന്യൂനതയും കുറവും മനസ്സിലാക്കാൻ സാധിക്കും. അത് അംഗീകരിച്ചുകൊണ്ട് പറയുന്ന ദുആ ആണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നുള്ളതും അതിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങളും അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അടുത്തത് അന്നബുറുൽ ഖാമിസ്, അഥവാ ബസീറത്തുള്ള ഒരു വ്യക്തി തൗബ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽപ്പെട്ട അടുത്തത് അഞ്ചാമത്തേത് നബറുഹു ഇലൽ ആമിരി ലഹു ബിൽ മഅസിയ, അവന് വിചിന്തനം ചെയ്യാൻ സാധിക്കും അവനെ തെറ്റിന് വേണ്ടി കൽപ്പിച്ചതാരാണോ അവനെക്കുറിച്ച്. അൽ മുസയ്യിനു ലഹു ഫിഅലഹ, അവൻ ചെയ്യുന്ന ആ തെറ്റ് അവന് നല്ല അലങ്കരിച്ചുകൊണ്ട് കാണിച്ച ആളാരാണോ അവനെ കുറിച്ചിട്ടുള്ള ബോധം. അൽ ഹാദു ലഹു അലൈഹ, ആ പാപം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചതാരാണോ അവനെ കുറിച്ച്. വഹുവ ശൈത്താനുഹു അൽ മുവക്കലു ബിഹി, അതാരാണ്? ആ കാര്യം ഏറ്റെടുത്തിട്ടുള്ള ശൈത്താനാണ്. അതായത് ഒരാൾ പാപം ചെയ്യാണ്, അവന് ബസീറത്തുണ്ട്, അവന് പാപം സംഭവിച്ചു പോയി. ആ പാപം സംഭവിക്കുമ്പോൾ ആ ബസീറത്തുള്ള അവൻ അവന്റെ ഉറ്റാലോചന കൊണ്ട് അതിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവന് കിട്ടുന്ന മറ്റൊരു നേട്ടം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിനെ കുറിച്ച്, പിശാചിന്റെ കെണികളെ കുറിച്ച്, ആരാണോ അവനെ പാപത്തിന് പ്രോത്സാഹിപ്പിച്ചത്, അത് അലങ്കരിച്ച് തോന്നിപ്പിച്ചത്, ആ പിശാചിനെ കുറിച്ചിട്ടുള്ള ഒരു വിചിന്തനം അവന് നടത്താൻ സാധിക്കും. എന്താണ് അതിൽ പറയുന്നത്? ഫയുഫീദുഹു അന്നദറു ഇലൈഹി വമുലാഹദതുഹു ഇത്തിഖാദഹു അദുവൻ, ആ തെറ്റിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അവന് പിശാചിനെ കുറിച്ചുള്ള വിചിന്തനം ഉണ്ടാവുകയും പിശാചിനെ, ശൈത്താനിനെ അവന്റെ ശത്രുവായിട്ട് അവന് മനസ്സിലാക്കാനും സാധിക്കും. വകമാലൽ ഇഹ്തിറാസ് മിൻഹു, ആ ശൈത്താനിൽ നിന്ന് പരിപൂർണമായ രക്ഷ എങ്ങനെയാണ് നേടേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും. വതഹഫ്ഫുള വൽ യഖ്ദത, പിശാചിൽ നിന്ന് എപ്പോഴും ഒരു സൂക്ഷ്മത പാലിക്കണം, അഥവാ പിന്നെ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കണം എന്നുള്ള ബോധം അവനുണ്ടാകും. ഒരു പാപം സംഭവിച്ചാൽ ബസീറത്തുള്ളവനാണെങ്കിൽ അവനുണ്ടാവുന്ന മാറ്റമാണ്. വലിൻതിബാഹ ലിമാ യുരീദുഹു മിൻഹു അദുവുഹു വഹുവ ലാ യശ്ഉർ, അവൻ എപ്പോഴും ഒരു ശ്രദ്ധ കൊടുക്കും. അവനറിയാതെ, അവൻ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് പിശാച് അവനെ തെറ്റിക്കാൻ നോക്കുന്ന കെണികളെ സംബന്ധിച്ച് അവനൊരു ശ്രദ്ധയുള്ള അവസ്ഥയിലാകും. ഫൈന്നഹു യുരീദു അൻ യദ്ഫറ ബിഹി ഫി അഖബത്തിൻ മിൻ സബ്ഇ അഖബാത്തിൻ, പിശാച് എപ്പോഴും മനുഷ്യനെ വീഴ്ത്താൻ നോക്കുന്നത് 7 കെണികളിലാണ്. ആ 7 കെണികളുണ്ട് പിശാചിന്. അതിലേതെങ്കിലും ഒന്നിൽ അവനെ വീഴ്ത്താൻ വേണ്ടി നോക്കുന്നത്, ആ കാര്യം അവർക്ക് ബോധമുണ്ടാകും. ബഅദുഹ അസ്അബു മിൻ ബഅദ്, ആ 7 എണ്ണത്തിൽ ചിലതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ്. ലാ യൻസിലു മിൻഹു മിനൽ അഖബത്തി ശാഖത്തി ഇലാ മാ ദൂനഹാ ഇല്ലാ ഇദാ അജസ അൻ ദഫരി ബിഹി ഫീഹാ. ഒരു മനുഷ്യൻ 7 എണ്ണം ഉണ്ടല്ലോ, 7 എണ്ണം, അതിൽ ഏറ്റവും ഗൗരവമുള്ള ഒന്നിൽ നിന്ന് അതിന് താഴെയുള്ളതിലെ പിശാചിന് അവനെ പിടിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് അതിന്റെ മേലെയുള്ളതിൽ നിന്ന് അവനെ പിടികൂടാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ്. അതായത് പിശാച് മനുഷ്യനെ വീഴ്ത്തുന്ന അല്ലെങ്കിൽ മനുഷ്യനെ കുടുക്കാൻ നോക്കുന്ന 7 കാര്യങ്ങളുണ്ട്, 7 അഖബത്തുകളുണ്ട്, കെണികൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ. ഇതിൽ ഓരോന്നും ഒന്ന് മറ്റൊന്നിനേക്കാൾ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും, ഒന്നൊന്നിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ വളരെ ഗൗരവമുള്ള ഒന്നിൽ നിന്ന് ഒരുവൻ അതിന്റെ താഴെയുള്ളതിലെ പിടിക്കുന്നുള്ളൂ എങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് ശിർക്ക് ചെയ്യുന്നു, മറ്റൊരാൾ വൻപാപം ചെയ്യുന്നു. ഇതിൽ ഗൗരവമുള്ളത് ഏതാ? ശിർക്കാണ്. മറ്റൊരാളെന്താ? വൻപാപാണ്. അപ്പോൾ വൻപാപത്തിൽ ഒരുവൻ കുടുങ്ങിക്കിടക്കുന്നു എന്നുണ്ടെങ്കിൽ, അഥവാ ശിർക്കിന്ന് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം
ആ ശിർക്കിൽ പിശാചിന് അവനെ പിടികൂടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൻ വൻപാപത്തിൽ വീണത്. അല്ലെങ്കിൽ അവൻ ഏതിൽ വീഴായിരുന്നു? ശിർക്കിലും കുഫറിലും തന്നെ വീഴുമായിരുന്നു. അങ്ങനെ 7 കെണികളുണ്ട് പിശാചിന്. ആ 7 എണ്ണത്തിൽ ഏതിലാണോ ഒരുവനെ പിടിക്കുക അവിടെ നോക്കുക. ഏറ്റവും ഉന്നതമായത് ശിർക്കും കുഫറാണ്. അതിൽ വീഴുകൂടാൻ നോക്കും. അല്ലെങ്കിൽ അതിന് താഴെ, അതിന് താഴെ, അതിന് താഴെ, അങ്ങനെയാണ് പിശാച് ഒരുവനെ കെണിയിലകപ്പെടുത്തുക. ഇനി ആ 7 എണ്ണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. അൽ അഖബത്തുൽ ഊല, ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ളത്, പിശാച് ഒരു മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീഴ്ത്താൻ നോക്കുന്ന ഒന്നാമത്തെ കെണി അഖബത്തുൽ കുഫ്രി ബില്ലാഹി വബിദീനിഹി വലിഖാഇഹി. അള്ളാഹുവിനെ തൊട്ടും അള്ളാഹുവിന്റെ ദീനിനെ തൊട്ടും അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുന്ന പരലോകത്തെ തൊട്ടുമെല്ലാം കുഫറിലാക്കി കളയും, അഥവാ നിഷേധിക്കുന്ന അവസ്ഥയിലാക്കി കളയും. വസിഫാത്തി കമാലിഹി, അള്ളാഹുവിന്റെ പരിപൂർണമായ വിശേഷണങ്ങളെയും അതിനെയും നിഷേധിക്കുന്ന അവസ്ഥ. വമാ അഖ്ബറത് ബിഹി റുസുലുഹു അൻഹു, അള്ളാഹുവിനെ തൊട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ റസൂലുകൾ അറിയിച്ചതിനെ സംബന്ധിച്ച് ഒക്കെ നിഷേധിക്കും. ഫഇന്നഹു ഇൻ ظفر به في هذه العقبة بردت نار عداوته. ഈ ഒരു കെണിയിൽ, അഥവാ ഈ കുഫറിന്റെ ഈ കെണിയിൽ അവൻ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിശാചിന്റെ ശത്രുത എന്നുള്ളത് അവന് തോന്നൂല. പിശാചിന്റെ ശത്രുതയ്ക്ക് ഒരു ചൂടുണ്ടാകും, പക്ഷെ അത് അവനുണ്ടാവില്ല. അവന് പിന്നെ അതൊരു കുഴപ്പമായിട്ട് തോന്നൂല, അത് നല്ലൊരു കാര്യമായിട്ടേ തോന്നുള്ളൂ. വസ്സറാഹ മഅഹു, അവൻ പിശാചിനോടൊപ്പം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായി തീരും. അതായത് കുഫറിന്റെ ആ കെണിയിൽ പിശാച് ഒരുത്തനെ പിടിച്ചു, അവൻ അതിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു തെറ്റായിട്ടോ അതൊരു കുറവായിട്ടോ അതൊരു കുഴപ്പമായിട്ടോ ഒന്നും തോന്നൂല. അവൻ ആ പിശാചിന്റെ ഒപ്പം ആ കുഫറിലായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും. فإن اقتحم هذه العقبة ونجا منها ببصيرة الهداية. എന്നാൽ ഈ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പോരുന്നുണ്ട് എങ്കിൽ അത് ഹിദായത്തിന്റെ ഉൾക്കാഴ്ച കൊണ്ട് മാത്രമേ അതിന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. വസലിമ മഅഹു നൂറുൽ ഈമാൻ, ഈമാനിന്റെ പ്രകാശം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതായത് പിശാച് മനുഷ്യനെ പെടുത്താൻ നോക്കുന്ന കെണികൾ 7 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തേത്, മനുഷ്യരെ എല്ലാവരെയും പെടുത്താൻ ആഗ്രഹിക്കുന്നത് കുഫറിലാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ നാമങ്ങളാവട്ടെ വിശേഷണങ്ങളാവട്ടെ റസൂലുകൾ അള്ളാഹുവിനെ പറ്റി അറിയിച്ച കാര്യങ്ങളാവട്ടെ അതിനെല്ലാം നിഷേധിക്കുന്ന അവസ്ഥയിൽ എത്തിക്കാനാണ് നോക്കുക. അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ്, ഈമാൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് രക്ഷപ്പെടാനുള്ള മാർഗം. ഇനി അവൻ അതിൽ പിടിച്ച് കിട്ടിയില്ല, ഒരുവനെ പിടിക്കാൻ നോക്കി, അതിൽ വീഴ്ത്താൻ നോക്കി, പിശാചിന് കിട്ടിയില്ല. കിട്ടാതെ വരുമ്പോൾ തലബഹു അല, അവനെ പിടികൂടുന്നത് അലാഖബത്തു സാനിയ, രണ്ടാമത്തെ കെണി, വഹിയ അഖബത്തുൽ ബിദ്അ, ബിദ്അത്തിൽ കൊണ്ടുപോയി വീഴ്ത്തും. കുഫറിൽ അവനെ വീഴ്ത്താൻ പറ്റിയില്ല. പിന്നെ അവനെ വീഴ്ത്തേണ്ട പരിപൂർണ്ണമായ അള്ളാഹിനെ നിഷേധിക്കുന്ന അവസ്ഥയിൽ വീഴ്ത്താൻ പറ്റൂല. പിന്നെ അവൻ എന്താകും? ബിദ്അത്തിന്റെ കെണിയിൽ വീഴ്ത്താൻ നോക്കും. ഇമ്മാ ബിഇഅ്തിഖാദി ഖിലാഫിൽ ഹഖ് അല്ലദി അർസലല്ലാഹു ബിഹി റസൂലഹു, ഒന്നെങ്കിൽ റസൂലുകൾ എന്തുകൊണ്ടാണോ അയക്കപ്പെട്ടത്, റസൂലുകൾ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസം എന്താണോ അതിനെതിരായിട്ടുള്ള പിഴച്ച വിശ്വാസങ്ങൾ അവർക്ക് പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും. റസൂലുകൾ എന്താണോ അള്ളാഹുവിനെ സംബന്ധിച്ചും വിശ്വാസം സംബന്ധിച്ചും പഠിപ്പിച്ചിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള ഇഅ്തിഖാദിൽ ബിദ്അത്ത് സംഭവിക്കുന്ന പിഴച്ച വിശ്വാസങ്ങളിലേക്ക് വീഴും. വൻജല ബിഹി കിതാബഹു, അള്ളാഹു കിതാബിൽ പഠിപ്പിച്ചിട്ടുള്ളതിനൊക്കെ എതിരായിട്ട്. വൈമ്മാ, അത് ഒന്നുകിൽ വിശ്വാസം കൊണ്ട്, വൈമ്മാ ബിത്തഅബ്ബുദി ബിമാ ലം യഅ്ദൻ ബിഹി മിനൽ ഔദാഇ വറുസൂമിൽ മുഹ്ദസ ഫിദ്ദീൻ, അതല്ലെങ്കിൽ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെട്ടിട്ടുള്ള ഓരോ കർമ്മങ്ങൾ കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ ബിദ്അത്തിൽ അകപ്പെടും. അല്ലത്തി ലാ യഖ്ബലുല്ലാഹു മിൻഹാ ഷൈഅൻ, അള്ളാഹു അത് സ്വീകരിക്കാത്ത അതുപോലെ ബിദ്അത്തുകൾ. അതായത് ഒന്നാമത് കുഫറിൽ ഒരാളെ വീഴ്ത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തേത് പിശാച് അവനെ വീഴ്ത്തുക ഏതിലാണ്? ബിദ്അത്തിലാണ്. ആ ബിദ്അത്തുകൾ ഒന്നുകിൽ വിശ്വാസപരമായിട്ടുള്ള ബിദ്അത്തുകളാകും, കാഫിറായി പോകുന്ന, അല്ലെങ്കിൽ ശിർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ. ശിർക്കൊരു ബിദ്അത്താണ്. ആ നിലക്കുള്ള തെറ്റിപ്പോകുന്ന, വിശ്വാസം പയച്ചു പോകുന്ന ബിദ്അത്തുകൾ. അതല്ല എങ്കിൽ അവനെ അമലിൽ വരുന്ന ബിദ്അത്തുകൾ, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ, റസൂലുകൾ പഠിപ്പിച്ചിട്ടില്ലാത്ത രീതിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് പുതുതായി ദീനിൽ ഓരോ കാര്യങ്ങളിലാക്കി അങ്ങനെ ബിദ്അത്തുകളിൽ അകപ്പെടുത്തും. മൂന്നാമത്തേത് അൽ അഖബത്തു സാലിസ, മൂന്നാമത്തേത് വഹിയ അഖബത്തുൽ കബായിർ. അപ്പോൾ ഒരുവനെ കുഫറിൽ വീഴ്ത്താൻ കിട്ടിയില്ല, ബിദ്അത്തിലും പെടുത്താൻ കിട്ടിയില്ല, പിന്നെ വിശാചേതിലാണ് വീഴ്ത്തുക? വൻപാപങ്ങളിലാണ് വീഴ്ത്തുക. വൻപാപങ്ങളിൽ വീഴ്ത്താൻ നോക്കും. അവനെ അതിൽ കീഴ്പ്പെടുത്താൻ പറ്റിയാൽ, അവനെ പിടികൂടിയാൽ വൻപാപങ്ങൾ അവനെ അലങ്കാരമായി തോന്നിപ്പിക്കും.
വൻപാപങ്ങളായിട്ടുള്ള ഗൗരവമുള്ള പാപങ്ങൾ. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ ഈ ബാബിൽ തന്നെ ചർച്ച വരുന്നുണ്ട്. കബായിറു സഗായിറൊക്കെ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ഹദ് തീരുമാനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാപം വന്നിട്ടുള്ള, അല്ലെങ്കിൽ പരലോകത്ത് നരകം കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള ആ നിലക്ക് വന്നിട്ടുള്ള പാപങ്ങൾക്കാണ് എന്ത് പറയുന്നത്, വൻപാപങ്ങൾ എന്നെല്ലാം പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള വൻപാപങ്ങളെ അതിൽ വീഴ്ത്താൻ നോക്കും, അതിനെ അലങ്കരിപ്പിച്ച് കാണിച്ചു കൊടുക്കും. അവന്റെ കണ്ണിൽ അത് നല്ലതായി തോന്നിപ്പിക്കും, അതിനുള്ള താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടാക്കിപ്പിക്കും. അതിലിങ്ങനെ തുടർത്തിക്കൊണ്ട് തൗബ ചെയ്യാനുള്ള അവസരമൊന്നും കൊടുക്കാതെ അതിലിങ്ങനെ തുടർത്തിക്കൊണ്ട് നാളെ ഇനിയും ചെയ്യാൻ നിൽക്കുക അതിലിങ്ങനെ കൊണ്ടുപോകും. അവന്റെ മുമ്പിൽ അള്ളാഹുള്ള പ്രതീക്ഷയുടെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കും. അതായത് ഇതൊക്കെ പുറത്തു കിട്ടുന്ന കുഴപ്പമില്ല, അവന് ഇനിയും ജീവിക്കാൻ ഇനി ആയുസുണ്ട്, ആ നിലക്ക് റജാവ് വർദ്ധിപ്പിക്കുന്ന, ഞാൻ പിന്നെ നരകത്തിലൊന്നും ആവൂല എന്ന നിലക്കുള്ള ആ ഒരു തോന്നൽ അങ്ങനെ ഉണ്ടാക്കി ആ വൻപാപത്തിൽ മുഴുകിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഒന്നാമത്തേത് കുഫറിൽ വീഴ്ത്താൻ നോക്കും, അതിൽ കിട്ടിയില്ലെങ്കിൽ ബിദ്അത്തിൽ വീഴ്ത്താൻ നോക്കും, അതിലും നടന്നില്ലെങ്കിൽ വൻപാപത്തിലായിരിക്കും. فإن قطع هذه العقبة بعصمة من الله أو بتوبة نصوح تنجيه. ഇനി ഈ വൻപാപത്തിന്റെ കെണിയിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ടോ അതല്ല അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ത്വലബഹു അലാ, അവന്റെ മേലെ പിന്നെ വീഴ്ത്തുന്നത് അലാഖബത്തു റാബിഅ, നാലാമത്തെ കെണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത് അവനെ പിടികൂടുന്ന വീഴ്ത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വഹിയാഖബത്തു സഗായിർ, ചെറുപാപങ്ങളിൽ അവനെ വീഴ്ത്തും. ചെറുപാപങ്ങളിൽ വീഴ്ത്തും, വൻപാപങ്ങളല്ലാത്ത പാപങ്ങൾ ചെറുപാപങ്ങളിൽ വീഴ്ത്തും. ഫകാല ലഹു മിൻഹാ ബിൽ ഖഫസാൻ, ആ ചെറുപാപങ്ങൾ അവന്റെ മേലെ കോരി ഒഴിക്കും. അതായത് ഉദ്ദേശം ചെറുപാപങ്ങളെ ഊറ്റിക്കൊണ്ടേയിരിക്കും, തുടരെ ചെറിയ പാപമായിരിക്കും, പക്ഷെ അതിൽ ഒന്നിൽ തന്നെ കുറെ എണ്ണത്തിൽ കൂട്ടും, അല്ലെങ്കിൽ വേറെ ചെറുപാപങ്ങൾ അവനെ വീഴ്ത്തും, അല്ലെങ്കിൽ ചെറുപാപത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകും. ഖാല, അവനോട് ഇങ്ങനെ പറയും, അവനോട് പിശാച് അവന്റെ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കും, മാ അലൈക ഇദ ഇജ്തനബ്തൽ കബായിർ മാ ഖശീത മിനൽ ലമം, വൻപാപങ്ങൾ നീ ഒഴിവാക്കിയാൽ ചെറിയ പാപങ്ങൾ നിനക്ക് കുഴപ്പമില്ലല്ലോ. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വൻപാപം ഒഴിവാക്കുകയാണെങ്കിൽ ചെറിയ പാപങ്ങൾ എന്ത് ചെയ്യും, അള്ളാഹ് പുറത്തു കൊടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, അവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കും. ഔ മാ അലിംത ബിഅന്നഹാ തുകഫറു ബിജ്തിനാബിൽ കബായിർ വബിൽ ഹസനാത്ത്, ചെറിയ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, ഇനി വൻപാപങ്ങൾ ഒഴിവാക്കിയാലും സൽക്കർമ്മങ്ങൾ ചെയ്താലൊക്കെ പുറത്തു കിട്ടുമല്ലോ, ഒക്കെ പ്രായശ്ചിത്താവുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെറുപാപം വലിയ കാര്യമൊന്നുമില്ല എന്ന നിലയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വലാ യസാലു യുഹവ്വിനു അലൈഹി അംറഹാ ഹത്താ യുസിറ അലൈഹാ, അങ്ങനെ പിശാച് ഈ നിലക്ക് അവന് ഈ ചെറുപാപങ്ങളെ വില കുറച്ച് നിസ്സാരായ കാര്യമാണ്, ചെറിയ തെറ്റല്ലേ എന്നൊക്കെ തോന്നിപ്പിച്ച് അവൻ അതിൽ മുഴുകുന്ന അവസ്ഥ ഉണ്ടാവും. തുടരെ ചെറുപാപത്തിൽ മുഴുകുന്ന അവസ്ഥയിലാക്കും. فيكون مرتكب الكبيرة الخائف الوجل النادم أحسن حالا منه. അങ്ങനെ ചെറുപാപത്തിൽ മുഴുകി ഒരുവൻ ഏതവസ്ഥയിലെത്തുന്നു വെച്ച് കഴിഞ്ഞാല്, ഒരു ചെറുപാപം കുറെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന ഒരാള്, ഇപ്പുറത്ത് വലിയൊരു വൻപാപം ചെയ്യുന്ന ആളുണ്ട്, പക്ഷെ അവൻ പേടിയുണ്ട്, അവന്റെ ഉള്ളില് പേടിയുണ്ട്, പക്ഷെ വൻപാപം ചെയ്തു പോവുകയാണ്, അവന്റെ ഉള്ളിൽ പേടിയും ഖേദമൊക്കെ ഉണ്ട്. അവനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും അയാൾ ചെറിയ പാപം ചെയ്യുന്ന ഒരാളായി തീരും. ചെറുപാപത്തിൽ മുഴുകിയിട്ട് പേടിച്ചുകൊണ്ട് ഖേദത്തോടു കൂടി വൻപാപം സംഭവിച്ച ഒരുവനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ ചെറിയ പാപം ചെയ്യുന്നവനാകും. ഫൈനൽ ഇസ്റാർ അലാ ദംബി അഖ്ബഹ് മിൻഹു, കാരണം ഒരു പാപത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കുക, ചെറിയ പാപമാണെങ്കിലും മുഴുകിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് ആ ഭയപ്പാടോടുകൂടി അല്ലെങ്കിൽ ഖേദത്തോടു കൂടി വൻപാപം ചെയ്യുന്നവനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ്. വലാ കബീറത മഅ തൗബത്തി വൽ ഇസ്തിഗ്ഫാർ, ആത്മാർത്ഥമായ തൗബയും ഇസ്തിഗ്ഫാറും ഉണ്ടെങ്കിൽ പിന്നെ അവിടെ വൻപാപം എന്ന് പറഞ്ഞ കാര്യമില്ല, അത് ഒഴിവായി കിട്ടും. വലാ സഗീറത മഅൽ ഇസ്റാർ, ഒരു പാപം ചെറുതാണെങ്കിലും അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതിന് ചെറിയ പാപം എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റിയൊരു കാര്യമില്ല, ഗൗരവമുള്ള കാര്യമാണ്. അതായത് വൻപാപം ഒരാൾ അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൻപാപമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യം, ഇപ്പൊ പലിശ തിന്നുക അല്ലെങ്കിൽ ആ നിലക്കുള്ള വൻപാപമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പാപം, കൊലപാതകമോ അല്ലെങ്കിൽ എന്ത് പാപമാവട്ടെ, എണ്ണം മാത്രമല്ല അതല്ലാതെ വന്നിട്ടുള്ള വൻപാപം നമ്മൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് ഒരാൾ തൗബ ചെയ്ത് മടങ്ങുന്നു, അപ്പോൾ അവൻ ആ വൻപാപമല്ല, അവൻ തൗബ ചെയ്ത് മടങ്ങി എന്നുള്ളതാണ്. എന്നാൽ ചെറിയൊരു പാപം ഒരാൾ ചെയ്യുന്നുണ്ട്, അവൻ അതിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവനേക്കാൾ അപകടത്തിലാണ് ആരുള്ളത്, ആ ചെറിയ പാപം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നവൻ, അതിന്റെ ഗൗരവത്തെ പറയാണ്. അപ്പൊ അങ്ങനെ ആ ചെറിയ പാപത്തിൽ പിശാച് അവനെ മുഴുകും. അതിനൊരു ഹദീസ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു തെളിവായി കൊണ്ടുവരുന്നുണ്ട് ചെറിയ പാപത്തിന്റെ അപകടത്തെ അറിയിക്കാൻ. വഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വമുഹഖറാത്തി ദുനൂബ്, നിസ്സാരമായിട്ടുള്ള പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം.
അഥവാ ചെറിയ തെറ്റല്ലേ, കുഴപ്പമില്ല, ചെറിയ പാപല്ലേ, അങ്ങനെ നിങ്ങൾ കണക്കാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ثم ضرب لذلك مثلا بقوم, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചെറിയ പാപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപകടത്തെ ഒരു ഉപമയിലൂടെ പറയാണ്. നസലൂ ബിഫലാത്തിൻ മിനൽ അർദ്, ഒരു കൂട്ടം ആളുകൾ അവരൊരു യാത്രയിൽ ഒരു വിജനമായ പ്രദേശത്ത് ഇറങ്ങി. ഫഅവസഹുൽ ഹതബ് ഫജഅല യജീഉ ഹാദാ ബിഊദിൻ വഹാദാ ബിഊദിൻ, അങ്ങനെ അവർക്ക് വിറക് ആവശ്യം വന്നു. അവർക്ക് റൊട്ടി ഉണ്ടാക്കാനും ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ കത്തിക്കാൻ വിറക് വേണമായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയിട്ട്, ഒരാൾ ചെറിയൊരു വിറകുകൊള്ളി, മറ്റൊരാൾ ചെറിയൊരു വിറകുകൊള്ളി, അങ്ങനെ കുറേ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ വിറകുകൊള്ളികളുമായിട്ട് അവരൊക്കെ വന്നു. ഹത്താ ജമഉ ഹതബൻ കസീറൻ, അങ്ങനെ ചെറിയ ചെറിയ കൊള്ളികളായിട്ട് വന്നിട്ട് അതവർ കത്തിച്ച് വലിയൊരു തീ കത്തിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വിറകായി. ഫൗഖദൂഹു നാറൻ, അവരത് കത്തിച്ച് തീ ഉണ്ടാക്കി. വഅംബജു ഖുബ്സതഹും, അവരുടെ റൊട്ടിയും എല്ലാം വേവിച്ചെടുത്തു. ഫകദാലിക ശഅ്നു മുഹഖറാത്തി ദുനൂബ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതുപോലെയാണ് ചെറിയ പാപങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. അതായത് ചെറിയ ചെറിയ വിറകുകൊള്ളികൾ കുറേ ആളുകൾ കൊണ്ടുവന്നപ്പോൾ എന്തായി, അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനോ ആവശ്യമായ രീതിയിലൊക്കെ തീ അവിടെ ഉണ്ടായി. ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ. ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും. തജ്തമിഉ അലൽ അബ്ദി വയസ്തഹീനു ബിശഅനിഹാ ഹത്താ തുഹ്ലികഹു, അവൻ നിസ്സാരമായി കണ്ട് ആ പാപം കൂടിക്കൂടി അവനെ നശിപ്പിക്കുന്ന, അവന്റെ നാശം അതിലായി തീരുന്ന അവസ്ഥയിൽ ആ ചെറിയ പാപങ്ങളായിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോ ചെറിയ പാപത്തിലാണ് അടുത്ത വീഴ്ച. അപ്പോ പിശാച് മനുഷ്യനെ കൊടുക്കുന്ന കെണികളിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ 7 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്. അതായത് ഒരു പാപം സംഭവിച്ചു പോകുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് പിശാച് കെണിയിലാക്കുന്നത് ബസീറത്തുള്ള ഒരുവന്. ഒന്നാമത്തേത് കുഫറിൽ വീഴ്ത്താൻ നോക്കും. അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്തായിരുന്നു, ബിദ്അത്തിൽ വീഴ്ത്താൻ നോക്കും. അതിൽ വിശ്വാസപരമായ വിധത്തിന്റെ അമലുകളുണ്ട്, അതിൽ വീഴ്ത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ അവനെ വൻപാപത്തിൽ വീഴ്ത്താൻ നോക്കും. ഇനി വൻപാപത്തിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം കൊടുത്തു, അവൻ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ പാപങ്ങളിൽ വീഴ്ത്താൻ നോക്കും. അതായത് നമ്മളെ ഓരോരുത്തരെയും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പിശാച് കൊടുക്കാൻ ഇനി വരുന്ന ബാക്കിയുള്ള ഇതിൽ കൂടി വീഴ്ത്താൻ നോക്കിക്കൊണ്ടേയിരിക്കും ഓരോ ആളുകളെ. അപ്പൊ ഒന്നിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അവനെ വീഴ്ത്താൻ പറ്റാത്ത കൊണ്ടാണ് അടുത്തതിൽ പിശാച് വീണു പോകുന്നത്. പിശാച് എപ്പോഴും ഒരാൾ ചെറിയ പാപങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ പിശാചിന്റെ ലക്ഷ്യം എന്തായിരിക്കും, അവനത് ചെയ്തോട്ടെ, അത്രയാണോ? അതല്ല, അവനെ അത് ചെയ്യിപ്പിച്ച് അടുത്ത എന്ത് ചെയ്യിപ്പിക്കണം, വൻപാപത്തിലേക്കും ബിദ്അത്തിലേക്കും കുഫറിലേക്കും അവസാനം എത്തിക്കണം. അപ്പൊ ഇതിന്റെ താഴെയുള്ള ആളുകളും ഓരോ ആളുകളെയും പിശാച് ശ്രമിക്കുന്നത് ഇങ്ങനെ ഓരോ ഘട്ടത്തിലായി കുഫറിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോ മൂന്നാമത്തേത് വൻപാപം, നാലാമത്തേത് അതിലും വീഴ്ത്താൻ പറ്റിയില്ലെങ്കിൽ ചെറുപാപങ്ങളിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കും. ചെറുപാപം എന്ന് പറഞ്ഞാൽ വൻപാപമല്ലാത്തത്, അത് നിസ്സാരമായ കാര്യമല്ല, അത് തന്നെ ഒരുവന്റെ നാശത്തിന് മതിയായതാണ് എന്ന് പറയാണ്. ഇനി 3 എണ്ണം കൂടിയുണ്ട്, 7 എണ്ണമാണ് ഇതിൽ വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.